ഹായ് ഗായസ്, ഇന്ന് ഓൺടാരിയോയിൽ ഫ്രീസിംഗ് റെയിൻ ആണ്. അപ്പം ഞാൻ നിങ്ങളെ ഫ്രീസിംഗ് റെയിൻ എന്താണെന്ന് കാണിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ്. ഫ്രീസിംഗ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം മഞ്ഞാവുന്നതിന് പകരം എല്ലാം ഐസ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രീയിൽ നോക്കിയാൽ അറിയാം എല്ലാം ഐസായിട്ടിരിക്കുവാണ്. അപ്പം നിങ്ങളെ ഈ ഫ്രീസിംഗ് റെയിൻ കാണിക്കാനായിട്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ ജാക്കറ്റൊക്കെ എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ബൂട്ട്സ് ഇട്ടു. ബൂട്ട്സ് ഇട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ ഐസ് ക്ലീറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. ഐസ് ക്ലീറ്റ്സ് ഇല്ലാണ്ട് നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിച്ചും തല്ലി വീഴാനുള്ള ചാൻസസ് ഉണ്ട് ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ, ഒരു ലെയർ ഓഫ് ഐസ് ആണ് ഡ്രൈവ് വേ മൊത്തം. ഐസ് ക്ലീറ്റ്സ് എടുക്കാനായിട്ട് കാറിലിട്ട് പോണ വഴിക്ക് ഞാൻ കാലിനെ ബാക്ക് യാർഡിലാക്കി. പക്ഷെ ഡോർ അടയ്ക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് കാൽ ഓടിപ്പോകുന്ന എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. അവസ്ഥ കണ്ടോ ഗൈസ്, ഒരു ഷീറ്റ് ഐസ് ഉണ്ട്. ഫ്രീസിംഗ് റെയിൻ കാണാനായിട്ട് നല്ല രസമാണ്, പക്ഷേ ഉണ്ടല്ലോ ഇതിൽ ജീവിക്കാൻ ഇത്തിരി പാടാണ്. എങ്ങനെയോ താണ്ടി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എത്തി ഗൈസ്. ഇനി ക്ലീറ്റ്സ് ഇടട്ടെ. ക്ലീറ്റ്സ് ഇട്ടാലാണ് നടക്കാൻ പറ്റുള്ളൂ. കാറിൻ്റെ വിൻഡോ മൊത്തം ഫ്രോസൺ ആയിട്ട് ഇരുന്നത് കാരണം കാൽ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലും പറ്റണ്ടില്ലായിരുന്നു. ക്ലീറ്റ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ നടക്കുന്നത് ഇവിടെ, അല്ലെങ്കിൽ ഞാൻ നടക്കത്തില്ല. എനിക്ക് നല്ല പേടിയാണ്, കാരണം ഐസ് ഇറ്റ്സ് നോട്ട് ഫൺ. ലൈക്ക് എനിക്ക് സ്കേറ്റിംഗ് ഒന്നും അറിയില്ലാത്ത കാരണം എനിക്ക് സെൻസ് ഓഫ് ബാലൻസ് ഒന്നുമില്ല. അടിച്ചും തല്ലി എപ്പോഴാണ് വീഴാന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ പട്ടീനെ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് കാറിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് കയറിയത്. പക്ഷേ അവൻ രക്ഷപ്പെട്ടു ഗൈസ്. അയ്യോ, നീ അവനെ പോയി കണ്ടുപിടിക്കണം. ഞാൻ വീഡിയോ ഷൂട്ടൊക്കെ നിർത്തി കാലിനെ അന്വേഷിച്ച് കുറച്ചു നേരം നടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാല് തന്നെ തിരിച്ചു വന്നു. ഞാൻ പുറത്തു നിന്ന് അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഓടിപ്പോന്നു. അപ്പോൾ നിങ്ങളും ഫ്രോസൺ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ക്ലീറ്റ്സ് ഇടാൻ മറക്കരുത്. സ്റ്റേ സേഫ്, സ്റ്റേ വാം, ബൈ.